വാ തുറന്ന് ഉറങ്ങിയാൽ, കണ്ണടച്ച് വായു അടച്ച് ഉറങ്ങണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പലരും കിടന്നുറങ്ങുമ്പോൾ വായ തുറന്നാണ് ഉറങ്ങുന്നത്. ഈ വാ തുറന്നുറങ്ങിയാൽ പല്ല് പൊങ്ങുമോ? ഈ പല്ല് പൊങ്ങാനുള്ള കാരണം എന്താണ്? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഒന്ന്, വാ തുറന്നുറങ്ങിയാൽ കാറ്റ് കൊണ്ടാണ് പല്ല് പൊങ്ങുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വാ തുറന്ന് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാറ്റ് കൊണ്ടാണ് പല്ല് പൊങ്ങുന്നത്. ഒരു കാറ്റ് കൊണ്ടൊക്കെ പല്ലിനെ പൊക്കാൻ സാധിക്കുമോ? അതാണോ അതിനകത്ത് സത്യം? രണ്ട്, വാ തുറന്നുറങ്ങിയാൽ പല്ല് പൊങ്ങുന്നത് പൊങ്ങില്ല, പൊങ്ങും എന്നെല്ലാം രണ്ട് വിഭാഗം ആളുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ചില ആളുകളിൽ ഇത് പൊങ്ങുകയും ചില ആളുകളിൽ പൊങ്ങാതിരിക്കുകയും ചെയ്യുന്നത്? മൂന്നാമത്തെ കാര്യം, വാ തുറന്ന് ഉറങ്ങിയാൽ പല്ല് പൊങ്ങുന്ന ഒരു പ്രായമുണ്ട്, അല്ലെങ്കിൽ ആ പ്രായത്തിലാണോ പൊങ്ങുന്നത്? രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, പല്ല് പൊങ്ങിയ ആളുകളിൽ വാ അടച്ച് കിടന്നുറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വാ തുറന്നാണ് ഉറങ്ങാറ്. അപ്പോൾ കാരണം പല്ല് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് അവരുടെ ചുണ്ട് സാധാരണ ഗതിയിൽ കൂട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വാ തുറന്നാണ് ഉറങ്ങുന്നത്. അപ്പോൾ വാ തുറന്ന് ഉറങ്ങുമ്പോൾ അവർ പറയും, ഇങ്ങനെ വാ തുറന്ന് ഉറങ്ങിയിട്ടാണ് ഇവരുടെ പല്ല് പൊങ്ങിപ്പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഒന്ന് വാ തുറന്ന് ഉറങ്ങണമല്ല, പല്ല് പൊങ്ങിയതാണ്, അതുകൊണ്ട് വാ അടയ്ക്കാൻ പറ്റാത്തതാണ്, അതുകൊണ്ടാണ് അവരുടെ വാ തുറന്നിരിക്കുന്നത്. രണ്ട്, വാ തുറന്നുറങ്ങുന്ന കുട്ടികളിൽ പലപ്പോഴും ജലദോഷം അല്ലെങ്കിൽ അഡിനോയിഡ്സിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ, മൂക്കിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ അവർക്ക് മൂക്കിലൂടെ ശ്വാസം കഴിക്കാൻ കഴിയാതെ വാ തുറന്ന് തന്നെയായിരിക്കും ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ടങ്ങിൻ്റെ പൊസിഷൻ താഴേക്കും അത് പാലറ്റിലിരിക്കാതെ വരികയും പാലറ്റ് അഥവാ നമ്മുടെ മുകളിലത്തെ അണ്ണാക്കിൻ്റെ ഏരിയ ചുരുങ്ങി പോകാനുള്ള സാധ്യത, അഥവാ അത് വളരെ നാരോ ആയി പോയിട്ട് പല്ലിൻ്റെ ആർച്ച് വൈഡായി വരാതെ അത് ചെറിയതായിട്ട് വി പോലെ വരികയോ അല്ലെങ്കിൽ അത് വളരെ ചെറുതായി വരികയോ ചെയ്യും. അങ്ങനെയുള്ളവരിൽ പല്ല് പൊങ്ങിയായിരിക്കും വരുന്നത്. അപ്പോൾ അഡിനോയിഡ്സ് വരുന്നത്, കൃത്യമായിട്ടുള്ള ചികിത്സ വേണ്ടതാണ്. പലപ്പോഴും അഡിനോയിഡ്സ് ആണെങ്കിൽ അത് അഡിനോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ ജലദോഷം കണ്ടിന്യൂസ് ആയിട്ട് ജലദോഷം വരുന്ന ചില കുട്ടികളുണ്ട്. അങ്ങനെ അവർക്ക് പല്ല് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതിന് എക്സ്പാൻഷൻ അപ്ലയൻസ് ഇട്ട് പല്ലുകളെ വികസിപ്പിച്ച് ആ മുകളിലത്തെ ജോയിനെ വികസിപ്പിച്ച് അത് ശരിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ, കുട്ടികളിൽ പ്രത്യേകിച്ചും വാ തുറന്ന് കിടന്നുറങ്ങുന്നതാണെങ്കിൽ അത് മൂക്കിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുകയും അതോടൊപ്പം തന്നെ എക്സ്പാൻഷൻ ഡിവൈസ് കൊടുക്കുകയും ചെയ്യുന്നത് പല്ല് പൊങ്ങി വരാതിരിക്കാനും പല്ല് നിരയാക്കിയെടുക്കാനും സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇനി നന്നായിട്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണ്, ഭയങ്കര അധികം ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങുമ്പോൾ സാധാരണ എല്ലാവരും വാ തുറന്നാണ് ഉറങ്ങുന്നത്. അങ്ങനെ കിടന്ന് ഉറങ്ങുന്നു, ഒരു ദിവസം ഉറങ്ങിയതുകൊണ്ടോ 2 ദിവസം ഉറങ്ങിയതുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്ഷീണം വന്ന് വാ തുറന്നുറങ്ങുന്നവർക്കോ ഈ പറയുന്നത് ഒരിക്കലും അങ്ങനെ പല്ല് പൊങ്ങാനൊരു സാധ്യതയില്ല. അങ്ങനെയുള്ളവർ പറയും, ഞാനൊക്കെ വാ തുറന്നല്ലേ ഉറങ്ങണം, എന്നിട്ട് എൻ്റെ പല്ല് പൊങ്ങുന്നില്ലല്ലോ, പിന്നെ കൊച്ചിന് മാത്രം വാ തുറന്നുറങ്ങുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളിൽ ക്ഷീണം കൊണ്ട് വാ തുറന്നുറങ്ങുക, അതോടൊപ്പം തന്നെ പ്രായമായിട്ട് വാ തുറന്നുറങ്ങുന്നതുകൊണ്ട് പല്ലുകൾ പൊങ്ങി വരാറില്ല. അവർക്ക് പല്ല് പൊങ്ങി വരാനുള്ള കാരണങ്ങൾ പലപ്പോഴും മോണരോഗമോ വായിൽ വെള്ളമില്ലാതിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് പിന്നീട് മോണരോഗം വരികയും അങ്ങനെയുള്ള കൊണ്ട് പല്ല് പൊങ്ങുന്നതാണ്. അല്ലാതെ വാ തുറക്കുന്നത് കൊണ്ട് തന്നെ വരുന്നതാണ്. കാറ്റ് കൊണ്ട് ഒരിക്കലും പല്ല് പൊങ്ങുകയില്ല. നാലാമത്തെ കാര്യം, ഇത് എന്തുകൊണ്ടാണ് ഇത് പൊങ്ങാൻ മറ്റൊരു കാരണം എന്താണ്? ഈ പല്ല് ശരിക്കും അവിടെ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് 2 ഫോഴ്സസാണ്. ഒന്ന് നാക്കിൻ്റെ ഫോഴ്സും 2 ചുണ്ടിൻ്റെ ഫോഴ്സും. ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇല്ലാതിരുന്നാൽ, ചുണ്ടിൻ്റെ ഫോഴ്സ് ഇല്ലാതിരുന്നാൽ ചുണ്ടിൻ്റെ പുറത്തേക്ക് വരികയും നാക്കിൻ്റെ ഫോഴ്സ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നാക്കിൻ്റെ ഭാഗത്തേക്ക് പല്ല് നീങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് വാ തുറന്നുറങ്ങുന്ന ഒരാളിൽ നാക്കിൻ്റെ ഫോഴ്സ് പിൻഭാഗത്തെ പല്ലുകളിലില്ല. അന്നേരം എന്ത് സംഭവിക്കും? പിൻഭാഗത്തെ പല്ലുകൾ വളരെ ചുവർന്നു വരും, അഥവാ അകത്തേക്ക് കയറിപ്പോകും, അഥവാ ആർച്ച് കോൺട്രാക്റ്റഡ് ആവും. ആർച്ച് കോൺട്രാക്റ്റഡ് ആകുമ്പോൾ മുകളിലത്തെ പല്ല് പോകും. അതോടൊപ്പം തന്നെ ചുണ്ടിൻ്റെ ഫോഴ്സ് ഫ്രണ്ടിലില്ലാതാണ്. ചുണ്ടിൻ്റെ ഫോഴ്സ് ഫ്രണ്ടിലില്ലാത്തപ്പോൾ ചുണ്ടിൻ്റെ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് പല്ല് പുറത്തേക്ക് തള്ളി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2 തരത്തിലും വാ തുറന്നുറങ്ങുമ്പോൾ പല്ലുകൾ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇത് റെഗുലറായിട്ട് എല്ലാ ദിവസവും തന്നെ വാ ഉറങ്ങുമ്പോഴൊക്കെയും വാ തുറക്കുകയോ അല്ലെങ്കിൽ അതിന് പകരം ഇപ്പോൾ ഉറങ്ങുമ്പോൾ വാ അടഞ്ഞായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്, പക്ഷേ അതിന് കൈ ഓടിക്കുന്ന സ്വഭാവം, ഇങ്ങനെയൊക്കെ ഉള്ളതിലും ഒക്കെ പല്ല് പൊങ്ങുന്നതിന് കാരണം ഇത് 2 എണ്ണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പല്ലുകൾ
പൊങ്ങി വരാതിരിക്കാൻ വാ തുറന്നാണോ ഉറങ്ങുന്നതെന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പല്ലുകൾ പൊങ്ങി വരാതിരിക്കാനും നിരയായിരിക്കുവാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഞാൻ പല്ലു ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.